ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് അക്കൗണ്ടിങ് ടേംസ്. എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടേംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ ഇൻ എ ബിസിനസ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. ഒരു ഓണർ ഒരു ബിസിനസ്സിലേക്ക് ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ്, ഒരു ബിസിനസ് തുടങ്ങാൻ അല്ലെങ്കിൽ അത് നടത്തിക്കൊണ്ട് പോകാൻ ഒരു ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ലയബിലിറ്റി ആയിട്ട് കണക്കാക്കുന്നു. അടുത്തത് ലയബിലിറ്റി അല്ലെങ്കിൽ ബാധ്യത. എന്താണ്? ഇറ്റ് ഈസ് ദ ഡെപ്റ്റ് ഓയിങ് ബൈ ബിസിനസ് ടു അതേഴ്സ്. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കടങ്ങളായിക്കോട്ടെ, അതിനെയൊക്കെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇക്വിറ്റി ഈസ് ദ ടോട്ടൽ ക്ലെയിം അഗെയിൻസ്റ്റ് ദ അസറ്റ് ഓഫ് ദ ബിസിനസ്. അത് ഓണേഴ്സ് ഇക്വിറ്റി ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഇക്വിറ്റി ഉണ്ട്. നെക്സ്റ്റ് വൺ, അസറ്റ്സ് ആർ വാല്യുവബിൾ തിങ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓൺഡ് ബൈ ദ ബിസിനസ്. ഒരു ബിസിനസ്സിൽ വാങ്ങിക്കുന്ന പ്ലാന്റ്, മെഷീനറി അല്ലെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതിന് വേണ്ടി വെഹിക്കിൾ, സ്റ്റോക്ക്, ഇതെല്ലാം അസറ്റിൻ്റെ കാറ്റഗറീസിൽ വരും. എക്സ്പെൻസ് ഈസ് ദ എമൗണ്ട് സ്പെൻഡ് ഓൺ എനി ഐറ്റം ബൈ ദ ബിസിനസ് മാൻ ടു അക്വയർ ബെനിഫിറ്റ് ഓഫ് ഇറ്റ്. അത് ഒരു ബിസിനസ് മാൻ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിൽ ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓഫീസ് എക്സ്പെൻസ് ഉണ്ട്, സാലറി കൊടുക്കുന്നത്, വേജസ് കൊടുക്കുന്നത്, റെൻറ്റ്, സ്റ്റേഷനറി, അങ്ങനെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണോ സ്പെൻഡ് ചെയ്യുന്നത് അതൊക്കെ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കാം. അടുത്ത എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ മണി വാല്യൂ പെയ്ഡ് ഓർ പേയബിൾ ബൈ അക്വയറിങ് അസറ്റ് ഓർ സർവീസ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു സർവീസിന് വേണ്ടിയിട്ട് പേ ചെയ്യുന്ന എമൗണ്ടിനെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, റവന്യൂ is the amount realized or receivable from the sale of goods or asset or both. It includes the receipt of rent, commission, discount, etc. ഇതൊരു ഗുഡ്സ് വിറ്റ് കിട്ടുന്ന പൈസ, അല്ലെങ്കിൽ റെന്റ്, കമ്മീഷൻ, ഡിസ്കൗണ്ട്, ഒരു ബിൽഡിങ്ങിൽ നമുക്ക് റെന്റ് കിട്ടുക, ഇതിനെയൊക്കെ നമ്മൾ റവന്യൂ ആയിട്ട് കണക്കാക്കാം. നെക്സ്റ്റ് വൺ, ഇൻകം. എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻഡിച്ചർ. അതായത് എക്സ്പെൻസ് കഴിഞ്ഞിട്ട് കിട്ടുന്ന ബാക്കി വരുന്ന എമൗണ്ടിനെയാണ് ഇൻകം എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റ് ഒരു ഇൻകമാണ്. നെക്സ്റ്റ് വൺ, ഗുഡ്സ്. ദ കമ്മോഡിറ്റീസ്, ആർട്ടിക്കിൾ, ദ പ്രൊഡക്റ്റ് ഓർ തിങ് വിച്ച് എ ട്രേഡർ ഡീൽസ്. അതായത് ഗുഡ്സ് പറഞ്ഞാൽ എന്താണ്? ഇതൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ട്രേഡർ ഡീൽ ചെയ്യുന്ന ഒരു കമ്മോഡിറ്റി. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്ലോത്ത് മർച്ചൻറ്റ് ഡീൽ ഇൻ ക്ലോത്ത്. അതായത് ആ ക്ലോത്തിനെയാണ് അവിടെ ഗുഡ്സ് എന്ന് പറയുന്നത്. Next one, purchases. Purchases refers to purchase of goods in which business deal in for cash or credit basis. അതായത് നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ, അതായത് അത് ക്യാഷ് ബേസിലോ ആവാം, ക്രെഡിറ്റ് ബേസിലോ ആവാം, അതിനെയാണ് പർച്ചേസ് ഓഫ് ഗുഡ്സ് വാങ്ങിക്കുന്നതിന് ആണ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സെയിൽസ് എന്താണ്? സെയിൽ ഓഫ് ഗുഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. അതായത് ഒരു സ്പെസിഫിക് അക്കൗണ്ടിങ് പീരീഡിൽ നമ്മൾ നടത്തുന്ന സെയിൽസ് അല്ലെങ്കിൽ അതിനെ വിൽക്കുന്നതിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റോക്ക്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഗുഡ്സ് ലൈങ് അൺസോൾഡ് ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. അതായത് സ്റ്റോക്ക് ചെയ്യാൻ പറയില്ലേ നമ്മൾ, അതുമാതിരി ഒരു അൺസോൾഡ് ഗുഡ്സ്, നമ്മൾ വിറ്റ് പോവാത്ത ഗുഡ്സിനെയാണ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇൻവെൻട്രി ഏതൊക്കെയാണ്? Inventories include stock of raw materials, semi-furnished goods and finished goods meant for resale. റീസെയിലിന് വേണ്ടിയിട്ട് അത് സ്റ്റോക്ക്. നെക്സ്റ്റ് വൺ, ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിൽ നിന്നും ഗുഡ്സ് കടമായിട്ട് കൊടുക്കുക, അപ്പോൾ അവർ പൈസ തരും, പക്ഷെ കുറച്ച് കാലതാമസം ഉണ്ടാവും, അവരാണ് ഡെറ്റേഴ്സ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ, ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ ദ പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓവ്സ് മണി. അതായത് നമ്മളിപ്പോൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാണ്, ഫുൾ ക്യാഷ് കൊടുക്കാതെ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്യാൻ പറയും. അതായത് നമ്മൾ കുറച്ച് കടമായിട്ട് കുറച്ച് ടൈം ചോദിച്ചിട്ട് കടമായിട്ട് പർച്ചേസ് ചെയ്യുക, അതിനെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുക. ലാസ്റ്റ് വൺ, ഡ്രോയിങ്സ്. ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫ്രം ബിസിനസ് ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. അതായത് ഒരു പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ഒരു ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി എടുക്കുന്ന എമൗണ്ടിന് അല്ലെങ്കിൽ സാധനങ്ങളെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. അക്കൗണ്ടിങ് ഷുഡ് ബി ബേസ്ഡ് ഓൺ കൺസിസ്റ്റൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് പോളിസീസ്. ഒരു അക്കൗണ്ടിങ് പ്രോപ്പറായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ വെച്ചിട്ടാണ് ഒരു അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുന്നത്. ഓൺലി ദെൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബിക്കം അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് കമ്പാറ്റബിൾ ഫോർ യൂസേഴ്സ്. എന്നാൽ മാത്രമേ ആ ഒരു നമ്മൾ എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ് എല്ലാവർക്കും മനസ്സിലാവുകയും അത് കമ്പയർ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ.
അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2. രണ്ടായിട്ടാണ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിളെ തിരിച്ചിരിക്കുന്നത്. അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് ഓർ ബേസിക് അസംഷൻ ആൻഡ് ബേസിക് പ്രിൻസിപ്പിൾ ഓർ അക്കൗണ്ടിംഗ് കൺവെൻഷൻ. അക്കൗണ്ടിംഗ് കോൺസെപ്റ്റിൽ വരുന്ന ഓരോ കൺസെപ്റ്റുകളായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. According to this concept, the business and its owners are two separate and distinct entities. Therefore, the business transaction must be kept completely separate from the private affairs of the proprietor. ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ഒരു ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. നെക്സ്റ്റ് വൺ, മണി മെഷർമെന്റ് കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻ വിച്ച് ആർ ഇൻ ടേംസ് ഓഫ് മണീസ് ആർ റെക്കോർഡഡ്. അതായത് ക്യാഷ് അല്ലെങ്കിൽ മണി റിലേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് മാത്രമേ ഈ കൺസെപ്റ്റിലൂടെ റെക്കോർഡ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളൊരു പർച്ചേസ് ചെയ്ത് ഇത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ആ എമൗണ്ട് റെക്കോർഡ് ചെയ്യും. എന്നാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് കോമ്പറ്റീഷൻ, ഒരു പ്രൊഡക്റ്റിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ, അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഇതിൽ റെക്കോർഡ് ചെയ്യില്ല. അടുത്ത് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഇറ്റ് അസ്യൂം ദാറ്റ് എവറി ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം. നമുക്കൊരു ബിസിനസ് ഇത്ര നാൾ കൊണ്ട് അത് അവസാനിപ്പിക്കാം എന്നും പറഞ്ഞാൽ ആരും തുടങ്ങില്ല. അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസെപ്റ്റായിട്ടാണ് അത് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വിത്ത് ദ അസംഷൻ ദാറ്റ് ഫിക്സഡ് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദ ഒറിജിനൽ കോസ്റ്റ് ലെസ് ഇറ്റ്സ് ഡിപ്രീസിയേഷൻ. അതായത് നമ്മളിപ്പോൾ ഓരോ വർഷം അസറ്റ്സ് നമ്മൾ സ്റ്റാർട്ടിങ് പർച്ചേസ് ചെയ്താൽ അത് ഓരോ വർഷം നമ്മളത് അതിന് തേയ്മാനം വരും, അതിന് ഡിപ്രീസിയേഷൻ കണക്കാക്കിക്കൊണ്ടിരിക്കണം. അത് ലോങ് പീരീഡിലേക്കായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അക്കൗണ്ടിംഗ് പീരീഡ് കൺസെപ്റ്റ്. According to this concept, accounting period is normally for 12 months. It starts from April 1st to March 31st. ഒരു അക്കൗണ്ടിംഗ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള 12 മാസത്തെ കാലയളവിലാണ്. അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് അക്കൗണ്ടിംഗ് പീരീഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ്. അത് നമ്മൾ ഓരോ വർഷത്തിൻ്റെ അവസാനവും, അതായത് മാർച്ച് 31st പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം നമ്മൾ ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. Next one, cost concept. According to this concept, all transactions are recorded in the books of account at actual price, not at the market price. ഒരു കോസ്റ്റിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള പ്രൈസ് റെക്കോർഡ് ചെയ്യുന്നതിനാണ് കോസ്റ്റ് കൺസെപ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ്, ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എവറി ട്രാൻസാക്ഷൻ ഹാസ് 2 ആസ്പെക്ട്സ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. എല്ലാ ട്രാൻസാക്ഷനും ഡെബിറ്റും ഉണ്ടാവും, ക്രെഡിറ്റും ഉണ്ടാവും. അതായത് നമ്മൾ കൊടുക്കുന്നുണ്ടാവും, വാങ്ങുന്നുണ്ടാവും. ഇപ്പോൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാഷ് കൊടുക്കണം, അതിനനുസരിച്ച് ഗുഡ്സ് കിട്ടും. സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുക, അതിനനുസരിച്ച് നമുക്ക് ക്യാഷ് കിട്ടും. റിസീവിങ് ദ ബെനിഫിറ്റ് ആൻഡ് ഗിവിങ് ദ ബെനിഫിറ്റ്, അതാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, റിയലൈസേഷൻ കൺസെപ്റ്റ്. റിയലൈസേഷൻ കൺസെപ്റ്റ് എന്താണ്? അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് റവന്യൂസ് റെക്കഗ്നൈസ് വെൻ ദ സെയിൽ ഈസ് മെയ്ഡ് ഓർ സർവീസ് ഈസ് റെൻഡേർഡ് ടു കസ്റ്റമേഴ്സ്. അതായത് ഒരു സെയിൽ നടന്നാൽ ഉടനെ, അത് ക്യാഷ് സെയിൽ ആയിക്കോട്ടെ ക്രെഡിറ്റ് സെയിൽ ആയിക്കോട്ടെ, ആ എമൗണ്ട് കിട്ടിയതായി, കച്ചവടം നടന്നതായിട്ട് അവിടെ എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. വെദർ ഇറ്റ് ഈസ് ക്യാഷ് സെയിൽ ഓർ ക്രെഡിറ്റ് സെയിൽ ഓർ ആൻ ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ. എങ്ങനെയാണ് നമ്മൾ ക്യാഷ് വാങ്ങിക്കുന്നതല്ലാണ്ട്, അതിനെ ആശ്രയിച്ചല്ലാതെ ഒരു സെയിൽ നടത്തിയാൽ, ഇപ്പോൾ ചിലപ്പോൾ മാർച്ച് മാസം സെയിൽ നടത്തിയിട്ട് ചിലപ്പോൾ എമൗണ്ട് ഫുൾ കിട്ടുന്നത് മെയിലായിരിക്കും, പക്ഷെ നമ്മൾ മാർച്ചിൽ സെയിൽ നടന്നതായിട്ട് കണക്കാക്കണം. നെക്സ്റ്റ് വൺ, മാച്ചിങ് കൺസെപ്റ്റ്. The income or profit of the business during a period is measured by comparing revenue earned during the period with the expenses incurred for earning that revenue. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമുക്ക് ബിസിനസ്സിൽ എത്രത്തോളം ലാഭം കിട്ടി എന്ന് നമ്മൾ കണക്കാക്കുമ്പോൾ ആ പീരീഡിൽ എത്രത്തോളം എക്സ്പെൻസാണ് നമുക്ക് വന്നതെന്നും കൂടി അത് മാച്ചായി പോകേണ്ടതെന്നും കൂടി നമ്മൾ കണക്കാക്കണം. അതായത് റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസിൻ്റെ നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ നഷ്ടത്തോട് ഈക്വലൈസ് ചെയ്ത് പോകണം. ഇത് ചെലവും വരവും തമ്മിലുള്ള ആ ഒരു മാച്ചിങ്ങിനെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ്. ഈച്ച് റെക്കോർഡ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഷുഡ് ഹാവ് ആൻ ആഡിക്വേറ്റ് എവിഡൻസ് ടു സപ്പോർട്ട്. അതായത് നമ്മൾ ഒരു വൗച്ചർ, റെസിപ്റ്റ്, അങ്ങനെ ഇൻവോയ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കും. അതിനെയാണ് ഒബ്ജക്റ്റിവിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ടോപ്പിക്, ബേസിക് പ്രിൻസിപ്പിൾ ഓർ അക്കൗണ്ടിങ് കൺവെൻഷൻ. അതിൽ വരുന്നതാണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി, കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം, കൺവെൻഷൻ ഓഫ് മെറ്റീരിയലിറ്റി, കൺവേർഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ഫസ്റ്റ് വൺ, കൺവേർഷൻ ഓഫ് കൺസിസ്റ്റൻസി.
This convention follow that accounting procedures or practices should remain the same or consistent from one year to another. അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ഫർണിച്ചർ വാങ്ങി, അത് ഒരു അസറ്റ് വാങ്ങി, അത് നമ്മൾ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അതിങ്ങനെ അത് നമ്മൾ ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങിലായിരിക്കും ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുക, അത് അടുത്ത വർഷമാകുമ്പോൾ അതിന് ചിലപ്പോൾ തേയ്മാനം സംഭവിച്ചേക്കാം, അതായത് ഡിപ്രീസിയേഷൻ സംഭവിച്ചേക്കാം. അപ്പോൾ അത് നമ്മൾ കണക്കാക്കിയിട്ട് അത് അടുത്ത ഇയറിലും അടുത്ത ഫൈനാൻഷ്യൽ ഇയറിലും അത് എഴുതും. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കണം, റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണം. കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. The accountant should not anticipate income but should make provision for all the possible losses. അതായത് ഇപ്പോൾ നമുക്കൊരു ബിസിനസ്സിൽ ഒരു ഇത്ര ലാഭം വരും എന്ന് നമ്മൾ മുൻകൂട്ടി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. എന്നാൽ നമുക്ക് എന്തെങ്കിലും ഒരു ലോസ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി പ്രൊവിഷനായിട്ട് കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് പ്രതീക്ഷിക്കാത്ര നഷ്ടം വരാതെ അതൊന്ന്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, അത് മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൈസ് പെട്ടെന്ന് അത് കുറയാനുള്ളൊരു സാധ്യതയുണ്ട് മാർക്കറ്റ് പ്രൈസ് അനുസരിച്ച്. അപ്പോൾ അങ്ങനത്തെയുള്ള ചിലവുകളൊക്കെ മുൻകൂട്ടി അത് നഷ്ടം വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി വയ്ക്കാം. നെക്സ്റ്റ് വൺ, കൺവേർഷൻ ഓഫ് മെറ്റീരിയൽ എബിലിറ്റി. According to the convention, only the material or important fact about the business are to be disclosed through the financial statement. All other unimportant or less important information should be either be totally ignored and recorded as footnotes or merged with important items. അതായത് ഒരു അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം രേഖപ്പെടുത്തുക. ഒരു ചെറിയ എന്തെങ്കിലും ചിലവുകളുണ്ടെങ്കിൽ അത് അവഗണിച്ച് വിടുക. അപ്പോൾ അത് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നവർക്ക് അത് വളരെ ക്ലിയറായിട്ട് അവർക്കത് സിമ്പിളായിട്ടും അത് മനസ്സിലാക്കാൻ സാധിക്കും. Next one, convention of full disclosure. The object of accounting is to provide true and accurate information. Hence, the accounting records and statements should be honest and informative. അതൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വളരെയധികം കൃത്യവും ട്രൂവും ആയിരിക്കണം, അതായത് ആക്യുറേറ്റ് ഇൻഫർമേഷൻ ആയിരിക്കണം. എല്ലാ പ്രധാനപ്പെട്ട വിവരങ്ങളിലും അതിൽ ഉൾപ്പെടുത്തണം, എന്നാൽ മാത്രമേ അതിന് കൃത്യത ഉണ്ടാവുകയുള്ളൂ. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. When different firms use different method of recording transactions, comparison become difficult. In the absence of a uniform set of rules, there will be a lot of problem. ഇപ്പോൾ പലതരത്തിലുള്ള ഫേമുകൾ, എല്ലാ ഫേമുകളും ഒരേപോലെ അല്ലാതെ പലതരത്തിലുള്ള ഫേമുകളും പല മെത്തേഡ്സിലാണ് ഈ അക്കൗണ്ട്സ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതെങ്കിൽ അത് കമ്പയർ ചെയ്യാനും അത് മനസ്സിലാക്കാനും എല്ലാം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവില്ല. ദർ ഇസ് എ നീഡ് ഫോർ യൂണിഫോം റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ഫേമിനും ഒരേപോലെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള പോലെ യൂണിഫോം റൂളും പ്രിൻസിപ്പിൾസും അത്യാവശ്യമാണ്. ദിസ് വിൽ മേക്ക് ദ പ്രിപ്പറേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസി, റെലവൻറ്റ്, റിലയബിൾ, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് കമ്പാരബിൾ. ഇത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് വളരെ എളുപ്പത്തിലാക്കാനും പ്രോപ്പറാക്കാനും അതുപോലെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാനും സഹായിക്കുന്നു. ഇതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. മീനിങ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. There are written statements issued from time to time by professional accounting bodies such as Institute of Chartered Accountant, Certified Public Accountant or institutions, etc. പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് ബോഡീസായ ഏതൊക്കെയാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവരൊക്കെ ഇഷ്യൂ ചെയ്യുന്ന റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇത്. They are the rules that ensure uniformity in preparation, presentation and reporting of accounting information. ഒരു അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യുന്നതിനും അത് റിപ്പോർട്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യുന്നതിനുമുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, അതായത് എല്ലാവിടെയും ഒരേപോലെ യൂണിഫോമായിട്ട് പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഇത് സഹായിക്കുന്നു. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ഫ്രെയിം വർക്കാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ദേ ആർ ദ റൂൾസ് ദാറ്റ് എൻഷുവർ യൂണിഫോമിറ്റി ഇൻ പ്രിപ്പറേഷൻ. ഒരു റൂൾസാണ്, അതിൽ എന്തൊക്കെയാണ് അവർ സഹായകമാകുന്നത്? യൂണിഫോമിറ്റി, പ്രിപ്പറേഷന് യൂണിഫോമിറ്റി, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാനും റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ എല്ലാ ഓർഗനൈസേഷനും ഒരേപോലെ ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. They are the return statement issued by statutory accounting bodies on specific accounting policies for the preparation of and presentation of uniform and consistent financial statement.
ഇൻ ഷോർട്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ ദ ഗൈഡ് ലൈൻ ഫോർ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് ചെയ്യാനുള്ളൊരു ഗൈഡ് ലൈനാണ്. അടുത്തത് നീഡ് ഫോർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഫോർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. To communicate uniform result to external user as well as internal user for decision making. ഒരു ഓർഗനൈസേഷൻ്റെ ഡിസിഷൻ മേക്കിങ്ങിന് എക്സ്റ്റേണൽ യൂസേഴ്സിനെയും അതുപോലെ അതിന് ഉള്ളിലുള്ള യൂസേഴ്സിനെയും ഒരേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആക്കുന്നു. അടുത്ത് ടു ഫെസിലിറ്റേറ്റ്സ് ഇൻ്റർ ഫേം കമ്പാരിസൺ ആൻഡ് ഇൻട്രാ ഫേം കമ്പാരിസൺ. അതായത് ഒരു ഫേമിൻ്റെ ഉള്ളിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലാണെങ്കിലും കമ്പയർ ചെയ്യാനും. ടു സെർവ് ആസ് ടൂൾ ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം catering the need of management, owners, creditors, financial institutions, government. To make the financial statement more reliable, compatible, relevant and understandable. അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടുതൽ വിശ്വസനീയമാക്കാനും കറക്റ്റ് ആക്കാനും മറ്റുള്ളവർക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാക്കാനും ഇത് സഹായിക്കുന്നു. To harmonize different accounting policies and പ്രാക്ടീസസ്. അതായത് എല്ലാ അക്കൗണ്ടിങ് പോളിസീസും പ്രാക്ടീസും ഏകീകരിക്കാൻ അത് വളരെയധികം സഹായിക്കുന്നു. അടുത്തത് അഡ്വാൻറ്റേജസ്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ദ ഫോളോയിങ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇറ്റ് സിംപ്ലിഫൈ ആൻഡ് ക്ലാരിഫൈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷനെ വളരെ ക്ലിയർ ആയിട്ടും സിമ്പിളായിട്ടും രേഖപ്പെടുത്താൻ സഹായിക്കുന്നു. ഇറ്റ് മേക്ക് അക്കൗണ്ടിങ് സിസ്റ്റം യൂണിഫോം. ഒരു അക്കൗണ്ടിങ് സിസ്റ്റത്തിനെയും യൂണിഫോമിറ്റി കീപ്പ് ചെയ്യാൻ, അതായത് ഒരേപോലെ എല്ലാവരുടെയും ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇറ്റ് പ്രൊവൈഡ് അക്സെപ്റ്റൻസ് ഓൺ ഗ്ലോബൽ ലെവലിൽ ഒരു അക്സെപ്റ്റൻസിന് ഇത് സഹായിക്കുന്നു. ഇറ്റ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് ഹെൽപ്പ് ഇൻ ഓഡിറ്റിംഗ്. ഒരു ഓഡിറ്റിങ്ങിനാണെങ്കിലും എളുപ്പത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇറ്റ് ഗിവ് ക്രെഡിബിലിറ്റി ടു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിന് ക്രെഡിബിലിറ്റി നൽകാനും ഇത് സഹായിക്കുന്നു. അടുത്ത് ഗ്ലോബലൈസേഷൻ. വിത്ത് ദ ഇൻക്രീസ്ഡ് ഗ്ലോബലൈസേഷൻ ഓഫ് ബിസിനസ്, ക്രോസ് ബോർഡർ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഹാസ് ബിക്കം കോമൺ. എ നമ്പർ ഓഫ് ഇന്ത്യൻ കമ്പനി ഹാവ് റേസ് ക്യാപിറ്റൽ എബ്രോഡ്. അതായത് ഇപ്പോൾ വേൾഡ് വൈഡ് എല്ലാ കമ്പനികളും പരസ്പരം പല രാജ്യങ്ങളും തമ്മിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യുന്നതിലൂടെ അത് എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്നു. ഇന്ത്യൻ കമ്പനീസ് ഹാവ് സെറ്റപ്പ് ആൻഡ് അക്വയർഡ് ബിസിനസ് ഇൻ ഫോറിൻ കൺട്രീസ്. സിമിലർലി ഫോറിൻ കമ്പനീസ് ഹാവ് ദെയർ പ്രസൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ കമ്പനീസ് ഫോറിൻ കമ്പനികളുടെ ഓരോ ഓഫീസുകൾ ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രൊഡ്യൂസ് ഇൻ വൺ കൺട്രി ആർ യൂസ്ഡ് ഇൻ അനദർ കൺട്രി. അതായത് ഒരു രാജ്യത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അടുത്ത രാജ്യങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ദിസ് ഡെവലപ്മെൻറ്റ് റിസൾട്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് പ്രൈവറ്റ്ലി ഫണ്ടഡ് സ്റ്റാൻഡേർഡ് ബോഡി ബേസ്ഡ് ഇൻ ലണ്ടൻ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബിസിനസ്സുകളും വളരെയധികം എളുപ്പത്തിലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ IFRS. എന്താണ് IFRS? International Financial Reporting Standards. IFRS is an abbreviation for International Financial Reporting Standard. It covers full set of principles and rules on reporting various item, transaction or situation in the financial statement. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പലതരത്തിലുള്ള പ്രിൻസിപ്പിൾസും റൂൾസും, അതായത് ഓരോ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാനുള്ളതും റിപ്പോർട്ട് ചെയ്യാനുള്ളതിനുള്ള ഇതാണ് IFRSലുള്ളത്. They are referred to as principle-based standard because they describe principle rather than dictate rigid accounting rules for treatment of certain items. Indian accounting standard. Globalized scenario. It is important that the Indian accounting standards are harmonized with international accounting standard. അതായത് ഈ നമ്മുടെ ബിസിനസ്സൊക്കെ പല രാജ്യങ്ങളുമായിട്ട് വ്യാപിച്ച് കിടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുമായിട്ട് യോജിച്ച് ഏകീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ആസ് എ പാർട്ട് ഓഫ് ദിസ്, ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഡിസൈഡ് ടു കവറേജ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് വിത്ത് IFRS. അപ്പോൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റീവ് അഫയേഴ്സ് നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈ IFRSുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആൻഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിളും ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്? അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ, ദീസ് ആർ കസ്റ്റമർലി ആൻഡ് ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. അതായത് കസ്റ്റമർ ഫ്രണ്ട്ലിയും അല്ലെങ്കിൽ ഫ്ലെക്സിബിളുമാണ് ഇത്.
അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആർ യൂണിഫോം റൂൾസ് ആൻഡ് റിജിഡ് ഇൻ നേച്ചർ. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രോപ്പറായിട്ടുള്ള റൂളും റിജിഡും ആണ്. ബിസിനസ് ഹാവ് ദ ഫ്രീഡം ടു ഫോളോ വേരിയസ് മെത്തേഡ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിളിൽ ബിസിനസ്സിന് പല മെത്തേഡ് ഓപ്റ്റ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. എന്നാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിലാണെങ്കിൽ ഒരു പ്രോപ്പർ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും, അത് മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ക്രിയേറ്റ് ലെസ് റെസ്പോൺസിബിലിറ്റി ദാൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കുറവാണ്. എന്നാൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിൽ ക്രിയേറ്റ് മോർ റെസ്പോൺസിബിലിറ്റി. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഹാവ് മൾട്ടിപ്പിൾ ആസ്പെക്ട് ആൻഡ് തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ പർപ്പസ്. An accounting standard, their primary objective is accurate measurement and disclosure. ഇതാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും തമ്മിലുള്ള വ്യത്യാസം.